ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രിനാഥന്റെ പുണ്യഭൂമിയായ തിരുവില്ലാമലയിൽ. ലക്ഷ്മി ജ്വൽ പാലസ്, തിരുവില്ലാമല, പഴയന്നൂർ ആൻഡ് ചേലക്കര. തിരുവില്ലാമല ശ്രീ വേട്ടേക്കരൻകാവ് ക്ഷേത്രത്തിലെ പന്തീരായിരവും കളംപാട്ട് മഹോത്സവവും മെയ് 9-10 തീയതികളിലായി അതിവിപുലമായി ആഘോഷിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. തിരുവില്ലാമല ദേശത്ത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ശ്രീ കിരാതമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ആ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ വെച്ച് 2024 മെയ് 9-10 തീയതികളിൽ വേട്ടക്കരൻ പാട്ട്, കളമെഴുത്ത്, അതോടുകൂടി അന്നദാനം, ഓട്ടംതുള്ളൽ, വിവിധ തരം കലാപരിപാടികൾ, ചാക്യാർ കൂത്ത്, അതുപോലെ തന്നെ 9-ാം തീയതി ഈ കലാ സാംസ്കാരിക സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സകലവിധ ദോഷങ്ങളും മാറ്റി ഐശ്വര്യം പ്രദാനം ചെയ്യാനായിട്ടാണ് ഇത് നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ ഒരു പുരാതന കലാരൂപമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത്. ആ പുരാണങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് ലഭിക്കും ഈ വേട്ടക്കരൻ പാട്ടിൽ പങ്കെടുക്കുന്നവർക്ക്. തന്നെയുമല്ല, നമ്മൾ വളർന്നു വരുന്ന തലമുറ ഈ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ സത്സംഗങ്ങൾക്കോ ഇടകിട്ടാതെ അവർക്ക് സമയമില്ലാതെ നടക്കുന്ന കാലത്ത് ഇത്തരം സത്സംഗങ്ങൾ നമുക്ക് ഭക്തിയുടെയും നമുക്ക് ക്ഷമാശീലം, മറ്റുള്ളവരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, എല്ലാം മതസൗഹാർദ്ദം എല്ലാം ഇതിൽ എത്തിച്ചേരുന്നതാണ്. നമുക്ക് എല്ലാ കാലത്തും ഇൻഫോർമേഷനേ ഉള്ളൂ, ട്രാൻസ്ഫോർമേഷൻ ഇല്ല. എല്ലാം ഉണ്ട് ഇവിടെ, അത് പകർന്നു കൊടുക്കുന്നില്ല ആരും. അതുകൊണ്ട് ഈ കലാരൂപങ്ങളൊക്കെ ക്ഷയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാരൂപത്തിൽ നിന്ന് അതുപോലെ തന്നെ രാമായണം, മഹാഭാരതം, ഇതിലൊക്കെ പല കാര്യത്തിലും ഇതിലുണ്ട്. അപ്പോൾ മഹാഭാരതത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം തന്നെ. അതൊക്കെ പറയാൻ നമുക്ക് സമയം കുറവാണ്, അത് കാരണം കൊണ്ട് പറയുന്നില്ല. ഇത് നടത്തുന്നത് കല്ലാറ്റ് കുറുപ്പുമാരാണ്. ആ കല്ലാറ്റ് കുറുപ്പുമാരിൽ പെട്ടിട്ടുള്ള ആ കുടുംബാംഗത്തിലെ ഒരാളാണ് കൃഷ്ണമണി കുറുപ്പ്. അദ്ദേഹമാണ് ഈ കലാരൂപം ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. അത് ഒരാളും ഇത് പാഴാക്കരുത്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ വന്ന് 2 ദിവസം 9-10 ദിവസങ്ങൾ 3 നേരവും വിപുലമായിട്ടുള്ള അന്നദാനങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ പ്രത്യേകമായി താല്പര്യപ്പെടുന്നു. തിരുവില്ലാമല ശ്രീ വേട്ടേക്കരൻകാവ് ക്ഷേത്രത്തിലെ പന്തീരായിരം നാളികേരമേറും കളമെഴുത്ത് പാട്ടും മെയ് 9-10 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിവിപുലമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിക്കും. തുടർന്ന് 11 മണിക്ക് പാട്ടുകൂറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവ നടക്കും. കലാമണ്ഡലം പരമേശ്വരന്റെയും സംഘത്തിന്റെയും ജയശ്രീ മനോഹരന്റെയും നേതൃത്വത്തിൽ ഓട്ടംതുള്ളലും അരങ്ങേറും. തുടർന്ന് മഹാ അന്നദാനം, വൈകുന്നേരം 3 മണിക്ക് വേട്ടേക്കരന്റെ കളം വരയ്ക്കൽ, ശേഷം ദീപാരാധന, മുല്ലയ്ക്കൽ പാട്ടിന്റെ എഴുന്നള്ളിപ്പ്, മേളത്തോടുകൂടി വേട്ടയ്ക്കൊരു മകന്റെ വരവേൽപ്പും നടക്കും. കളം പൂജ, കളംപാട്ട്, തിരിയൊഴിച്ചലിനും ശേഷം ആദ്യ ദിനത്തിലെ ചടങ്ങുകൾക്ക് സമാപനം കുറിക്കും. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, പന്തീരായിരം കൊട്ടിയറിയിക്കൽ, ശേഷം 10 മണിക്ക് പ്രൊഫസർ കലാമണ്ഡലം ഈശ്വരനുണ്ണിയും സംഘത്തിന്റെയും അവതരണത്തിൽ ചാക്യാർകൂത്തും നടക്കും. കലാമണ്ഡലം അച്യുത പൊതുവാളിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതവും അരങ്ങേറും. വൈകിട്ട് 4 മണിക്ക് പേരൂർ ഉണ്ണികൃഷ്ണന്റെയും സംഘത്തിന്റെയും തായമ്പക, വൈകിട്ട് കലാമണ്ഡലം പ്രഹ്ലാദനം സംഘവും അവതരിപ്പിക്കുന്ന കേളി, തുടർന്ന് ദീപാരാധനയ്ക്കും ശേഷം 8 മണിക്ക് മുല്ലയ്ക്കൽ പാട്ടിന്റെ എഴുന്നള്ളിപ്പ് അതിഗംഭീരമായി നടത്തും. കൊച്ചു പറക്കോട്ടുകാവിൽ നിന്നും വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിൽ പ്രൗഢമായ പാണ്ടിമേളത്തോടുകൂടി ഭഗവാന്റെ കാവിലേക്കുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. 10 മണിക്ക് കളത്തിൽ ആട്ടവും പന്തീരായിരം നാളികേരമെറിയൽ, പ്രസാദ വിതരണവും നടത്തിയതിനു ശേഷം കൂറ വലിക്കുന്നതോടുകൂടി ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികളായ ടി രാധാകൃഷ്ണൻ, സുശ്രുത ഹരിപ്രസാദ്, നാരായണൻകുട്ടി, KS കൃഷ്ണമണി, വേണുഗോപാൽ, MA മുരളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇങ്ങനൊരു സംരംഭം ഇതിനു മുന്നേ എനിക്കൊരു ബറോഡയിൽ വെച്ചിട്ട് ഞാൻ ഇതുമാതിരി ഒരു വലിയ സംരംഭം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്കിപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ടും
ഇവിടുത്തെ ഈ നാട്ടിലെ അത് പ്രത്യേകിച്ചും രാധാകൃഷ്ണൻ്റെയും എല്ലാ നാട്ടുകാരുടെയും സഹകരിക്കുന്ന എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ട് ഇങ്ങനെ ഭഗവാന് വേണ്ടി ഇത്രയും വലിയൊരു സംരംഭം എനിക്ക് നടത്താൻ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഇപ്പോൾ 9-ാം തീയതി തൊട്ടിട്ടാണ് നമ്മുടെ ഈ വേട്ടയ്ക്കൊരു മകൻ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ്. അത് രാവിലെ 5 മണിക്ക് നമുക്ക് രാവിലെ പൂജ, അത് കഴിഞ്ഞാൽ ഉച്ചപൂജ ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ചപൂജ, പാട്ട് കൂറയിടൽ, അത് കളമ്പാട്ടിൻ്റെ ആദ്യത്തെ ഒരു ചടങ്ങാണ് കൂറയിടുക എന്നുള്ളത്, പാട്ടാരങ്ങൾ കെട്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ മുന്നായിട്ട് ഓട്ടംതുള്ളൽ നടത്തുന്നുണ്ട്. ഇതിലൊരു പ്രധാന ചടങ്ങ് മീൻസ് ഒരു വിശേഷ ചടങ്ങായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണത് ഓട്ടംതുള്ളൽ. പിന്നെ അന്ന് വൈകുന്നേരത്തെ പാട്ടിനോട് സംബന്ധിച്ചിട്ടുള്ള പരിപാടികളുള്ളൂ. ഈടുകൂറ്, കളപ്രവേശനം, കളമ്പാട്ട്, കളമാക്കിൽ ഒരു അടിയന്തര അതിൻ്റെ ചടങ്ങ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തെ ദിവസം കഴിയുന്നു. പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഉഷപൂജ, പന്തീരായിരം കൊട്ടി അറിയിക്കുക എന്നൊരു ചടങ്ങുണ്ട് രാവിലെ. അതായത് ഇന്ന ഭഗവാനെ ഇന്ന മാതിരി ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ പോകുന്നുണ്ട്, അത് നമുക്ക് ഈ ദേശത്തുള്ളവരെ എല്ലാവരെയും കൊട്ടി അറിയിക്കുക എന്നിട്ട് കേളി മാതിരി ഒരു മതളക്കേളിയായിട്ട് നടത്തുക. അപ്പോൾ കൊട്ടി അറിയിക്കുന്ന ഒരു ചടങ്ങ് അത് ചെയ്ത് ഉഷപൂജ, അതുപോലെ ചാക്യാർകൂത്ത് നടക്കുന്നു. ചാക്യാർകൂത്ത് അന്ന് രാവിലെ ഉണ്ട്. കൃഷ്ണനുണ്ണി സാറിൻ്റെ അധീനതയിൽ കലാമണ്ഡലം അദ്ദേഹത്തിൻ്റെ ഇതിൽ, അതുപോലെ ഈശ്വരനുണ്ണി സാറിൻ്റെ ഇതിൽ, അതുപോലെ തന്നെ ഉച്ചപൂജ, ഉച്ചപ്പാട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ട് അന്ന്. അത് കഴിഞ്ഞിട്ട് പന്തീരായിരം കൂട്ടുക. അത് ഭഗവാന് ഈ 12 രാശിയിലുള്ള നമ്മുടെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഈ പന്തീരായിരം എന്നുള്ള ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ഓരോ രാശിക്കും 1001 നാളികേരത്തിൻ്റെ മഞ്ഞിങ്ങ നീര് കൊടുത്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തി നമ്മൾ അതിൻ്റെ ആ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ദോഷങ്ങളെല്ലാം തീർത്ത് നമ്മളെ അനുഗ്രഹിക്കുമെന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ആ 12000 നാളികേരം കൂട്ടുക എന്നുള്ള ചടങ്ങുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഒരു സമ്മതത്തോട് കൂടിയിട്ട് തന്ത്രിയും അതിനോട് അനുബന്ധപ്പെട്ട എല്ലാ ചടങ്ങിനോട് അനുബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കൂടിയിട്ട് അത് ഭഗവാനോട് സമ്മതം ചോദിച്ചിട്ട് 12000 ആദ്യം 3 നാളികേരം വെച്ച് 12000 കൂട്ടി മൂടി വയ്ക്കും. അങ്ങനെ അതിൻ്റെ ശാസ്ത്രം. അപ്പോൾ അതിനൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിൻ്റെ സ്ഥാനം കണ്ട് അത് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ കളമെഴുത്ത് തുടങ്ങും. അത് കഴിഞ്ഞ് പോരൂർ ഉണ്ണികൃഷ്ണൻ മാരാർ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള തായമ്പക, അതിനുശേഷം കേളി, വൈകുന്നേരത്തെ ദീപാരാധന കാര്യത്തിൽ ഒരു കേളി. അത് കഴിഞ്ഞ് പിന്നെ വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ അധീനതയിൽ അവരുടെ കീഴിലൊരു 30 പേര് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പാണ്ടിമേളം, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചടങ്ങിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ ഈ പറക്കോട്ട് അവിടുന്ന് ഒരു എഴുന്നള്ളിച്ച് മുല്ലയ്ക്കമ്പാട്ടിനെ എഴുന്നള്ളിക്കാൻ പറയും ചടങ്ങ്. ഇവിടുന്ന് എഴുന്നള്ളിച്ച് പോവും. അവിടുന്ന് മേളത്തോട് കൂടിയിട്ടാണ് നമ്മൾ വരിക. ഈ പാണ്ടിമേളത്തോട് കൂടിയിട്ട് വന്ന് ഇവിടെ ഈടും കൂറ്, കളപ്രദക്ഷിണം, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈടുകൂറ് കളപ്രദക്ഷിണം, കളത്തിനോട് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. എന്താ വെച്ചാൽ ഈ നായാട്ടിന് പോയിട്ട് വരിക എന്നാണ് അതിൻ്റെ ഐതിഹ്യം. ഭഗവാൻ നായാട്ടിന് പോയിട്ട് വരിക. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ള നൃത്തങ്ങളും കാര്യങ്ങളും ആണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കളംപൂജ, കളംപാട്ട്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ കളത്തിലാട്ടം എന്നുള്ള ചടങ്ങുണ്ട് ഇതിന്. ആ കളത്തിലാട്ടത്തിന് ആ സമയത്താണ് നാളികേരേറ്. ഇതൊക്കെ ഈ ഐതിഹ്യം എന്താ വെച്ചാൽ നായാട്ടിന് പോയി വന്നിട്ട് ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 12008 നാളികേരം ഏറി കഴിഞ്ഞാൽ നമ്മൾ കൽപ്പന ചെയ്ത് അവസാനം കൂറ വലിക്കുക. കൽപ്പന എല്ലാവർക്കും കൽപ്പന കൊടുത്ത് പൊടി പ്രസാദം കൊടുത്ത് കൂറ വലിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഇത്. കുറേ ശാസ്ത്രങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് നേരം പറയാനുള്ള സമയപരിധിയുള്ള കാരണം ചുരുക്കി പറഞ്ഞു വന്നത് പരിപാടികളൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ നന്ദി. CCV ന്യൂസ്, തിരുവില്ലാമല.